സർ, ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാനിൽ നിന്ന് മാറ്റാൻ പോകണോ? അങ്ങനൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന മറ്റേ വിവരങ്ങളൊക്കെ പ്രസിഡന്റ് പെഷസ്ക്യാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, വിദേശകാര്യ വക്താവ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മക്രാൻ മേഖലയിലേക്ക് തെക്ക് മാറ്റാൻ പോകുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത്. മക്രാൻ മേഖല എന്ന് പറയുമ്പോൾ തീരമേഖലയാണ്, തുറമുഖമൊക്കെയാണ്. അപ്പോൾ മൊത്തത്തിൽ കേൾക്കുമ്പോൾ ചാബഹാർ തലസ്ഥാനമായിട്ട് വരുമോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്ന് അസംസ്കൃത വസ്തുക്കൾ ടെഹ്റാനിലേക്ക് വരുന്നു. ഈ അസംസ്കൃത വസ്തുക്കൾ സംസ്കരിച്ചിട്ട് കയറ്റി അയക്കാനായിട്ട് വീണ്ടും അങ്ങോട്ട് അയക്കുന്നു. ഇതിൻ്റെ ചെലവ് ധാരാളമായിട്ട് വരുന്നുണ്ട്. തെക്ക് നിന്ന് ഇങ്ങോട്ട് വരുന്നു മധ്യഭാഗത്തേക്ക്, ഇവിടെ സംസ്കരിക്കുന്നു, വീണ്ടും തെക്കോട്ട് അയക്കുന്നു. അതിന് പകരം തെക്കുള്ള അസംസ്കൃത വസ്തു തെക്ക് തന്നെ സംസ്കരിച്ചിട്ട് കയറ്റി അയച്ചാൽ മതിയല്ലോ. ഇതാണ് പറയുന്നത്. അപ്പോൾ ചെലവ് വല്ലാതെ വരുന്നു. ഈ മറ്റേ ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ ചെലവ് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 200 ഇത് പുതിയ ആശയമൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. 200 കൊല്ലം മുമ്പ് ഈ ഖ്വജർ വംശത്തിലെ ആഖ മുഹമ്മദ് ഖാൻ ഭരിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനൊരാശയം, ഈ മധ്യഭാഗത്ത് വേണ്ട തലസ്ഥാനം തെക്കോട്ടായിക്കോട്ടെ എന്ന്. ഈ ഖ്വജർ വംശത്തിലെ ആദ്യ രാജാവായിരുന്നു അദ്ദേഹം. ആ കാലത്ത് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിദേശകാര്യ വക്താവ് ഫത്തേമെ മൊഹാജറാനി കഴിഞ്ഞ ദിവസം പറഞ്ഞു, തെക്കോട്ട് സിസ്റ്റൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്ക് മാറ്റാനാണ് ആലോചിക്കുന്നത്. സിസ്റ്റൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്, ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞൊരു പ്രവിശ്യ മറ്റേ ഇറാനിലും ഉണ്ട്, മറ്റേ പാകിസ്ഥാനിൽ മാത്രമല്ല, സിസ്റ്റൻ ബലൂചിസ്ഥാൻ. അപ്പോൾ തെക്കൻ തീരം, ഗൾഫ് ഓഫ് ഒമാൻ കടലിടുക്കിന് അടുത്താണ് ഈ പറഞ്ഞ ഭാഗം. 2 കമ്മിറ്റികളെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ ശുപാർശകൾ കൊടുക്കാൻ. ഈ കമ്മിറ്റികളൊക്കെ വെക്കുന്നത് നാട്ടുകാരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ കമ്മിറ്റികളിൽ അക്കാഡമിക്സ് ഉണ്ട്, വരേണ്യ വർഗക്കാരൊക്കെ ഉണ്ട്, പണ്ഡിതന്മാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, സോഷ്യോളജിസ്റ്റുകളുണ്ട്, ഇക്കണോമിസ്റ്റുകൾ, സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്നവരും ഒക്കെ ഉണ്ട് പഠിക്കാൻ വേണ്ടി. ടെഹ്റാനിൽ ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഈ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്, ജനസാന്ദ്രത കൂടുതലാണ് അവിടെ, വൈദ്യുതി, വെള്ളം, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയാണ് സർക്കാർ പറയുന്നത്. മക്രാൻ മേഖലയ്ക്ക് ഈ സ്ട്രാറ്റജിക്കായിട്ട് പല ഗുണങ്ങൾ ഉണ്ട്. ആ ഗുണങ്ങളാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ വാണിജ്യപരമായിട്ടും അതുപോലെ നാവിക മേഖലയിലും ഒക്കെ ഒരു പ്രാധാന്യമുണ്ട്. ചാബഹാർ പോർട്ട് ആ മേഖലയിലാണ്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റേസ ആരിഫ് പറഞ്ഞിട്ടുണ്ട്, മക്രാൻ മേഖലയ്ക്കാണ് മുൻഗണന കൊടുക്കുന്നത് തലസ്ഥാനം മാറ്റുമ്പോൾ. ആ മേഖലയ്ക്ക് നല്ല വികസനം ഉണ്ടാവും. അതുപോലെ അവിടെ 1000 കിലോമീറ്റർ തീരമുണ്ട്, ഈ ചബഹാർ തുറമുഖമുണ്ട്, പിന്നെ ഫ്രീ ട്രേഡ് സോൺ ആ ഭാഗത്തുണ്ട്, സ്വതന്ത്ര വിപണി അവിടെയുണ്ട്. 2003 മുതൽ ഈ ചർച്ചകൾ അടുത്ത കാലത്ത് നടക്കുന്നുണ്ട്. ഒരു രാജ്യാന്തര ഇടനാഴി ആലോചിക്കുന്നുണ്ട്. ആ വഴിക്ക് മധ്യ ഏഷ്യയെ ഇന്ത്യ സമുദ്രമായിട്ട് ബന്ധിപ്പിക്കാനും കഴിയും. ഈ അഹമ്മദ് നജാദ് പ്രസിഡൻ്റായിരുന്നപ്പോൾ ഈ ആലോചനകൾ ഉണ്ടായിരുന്നു. മുൻ പ്രസിഡന്റ് റൂഹാനിയുടെ കാലത്തും ഈ തലസ്ഥാനം മാറ്റുന്നതിനെ പറ്റി ആലോചിച്ചിരുന്നു. അതുകൊണ്ടിപ്പോൾ പെസഷ്ക്യാൻ പറയുന്നത് ഇതിലൊരു അസന്തുലനത്തിൻ്റെ പ്രശ്നമുണ്ട്. വിഭവങ്ങളും ഈ ചെലവും വെച്ച് നോക്കുമ്പോൾ ഒരു അസന്തുലനത്തിൻ്റെ പ്രശ്നമുണ്ട്. അതാണ് തെക്ക് നിന്ന് അസംസ്കൃത വസ്തു കൊണ്ടുവന്ന് സംസ്കരിച്ച് തിരിച്ചയക്കുന്നതിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ സാമ്പത്തികാവസ്ഥ പരിങ്ങലിലാണ്. അതുകൊണ്ട് ഇത് എത്രമാത്രം നടക്കുന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പണ്ഡിതന്മാർ. ഇപ്പോൾ അവിടെ ആസാദി സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടൊരു മൈതാനം, സ്റ്റേഡിയം ഉണ്ട്. അത് പരിഷ്കരിക്കാനായിട്ട് 18 മാസം എടുത്തു. $23.75 മില്യൺ അതിന് ചിലവായി. അങ്ങനെ വരുമ്പോൾ ഒരു തലസ്ഥാനം മാറ്റാനായിട്ട് എത്രമാത്രം വേണ്ടി വരും എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് ഈ വാർത്തകളുടെയൊക്കെ കമൻറ്റിൻ്റെ അകത്ത്.
അതൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള സാമ്പത്തിക വ്യവസ്ഥ നിലവിൽ ഇറാനില്ലല്ലോ. പിന്നെ ഇവർ ഇങ്ങനൊരു നീക്കമായിട്ട് മുന്നോട്ട് പോയാൽ ഒന്നാമത് തകർന്നു കിടക്കുന്ന രാജ്യം കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങല്ലേ ചെയ്യുള്ളൂ. ഈ ടെഹ്റാൻ എന്തുകൊണ്ട് മാറ്റുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഇവർ ഈ പറഞ്ഞതിൻ്റെ അകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ടെഹ്റാൻ ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെഹ്റാൻ ഇസ്രയേലിൻ്റെയൊക്കെ ഒരു ആക്രമണ ഭീഷണിയിൽ കഴിയുന്ന ഒരു സ്ഥലമാണത്. അതെ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും സംരക്ഷിക്കാനൊന്നും ആരും വിചാരിച്ചാലും നടക്കില്ല. അവിടെ ഈ ടെഹ്റാന് ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൽ അവർക്ക് ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എപ്പോഴും ബോംബ് ചെയ്യുന്നുള്ള ഭീഷണിയൊക്കെ ഉള്ളതാണ്. എപ്പോഴും ഈ അവിടുത്തെ ടണലുകൾ, ഭൂഗർഭ പാതകൾ, ഇതൊക്കെ മാത്രമല്ല ഈ ഖമനൈ പലപ്പോഴും ഒളിച്ചിരിക്കുകയാണ് ടെഹ്റാനിൽ പല സ്ഥലത്തും എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഈ മക്രാൻ പ്രദേശത്ത് ചാബഹാറിലൊക്കെ ആണെങ്കിൽ ഒളിച്ചിരിക്കാൻ മാത്രമല്ല അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കടന്നു കളയാനും കടൽ മാർഗ്ഗമൊക്കെ പോകുന്നില്ല, ഖത്തറിലേക്കും ഒമാനിലേക്കും ഒക്കെ കടക്കാനും ഒക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഈ ഭരണ സൗകര്യം മാത്രമാണ് നോക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭരിക്കുന്നവരുടെ സുരക്ഷാ സൗകര്യം കൂടി ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. ഈ തലസ്ഥാനം മാറ്റുമ്പോൾ, പ്രത്യേകിച്ച് ടെഹ്റാൻ മാറ്റുമ്പോൾ അതാണ് കണക്കിലെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഖമനൈക്ക് എപ്പോഴും ടണലിലിരുന്ന് ഭരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ടെഹ്റാനിൽ നിലവിലുള്ള ഈ ഞങ്ങൾ തലസ്ഥാനം മാറ്റുകയാണെന്ന് പറയും, ടെഹ്റാനിലുള്ള നിലവിലുള്ള എയർപോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ, കാരണം എന്തായാലും ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇവർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ ഉപയോഗിച്ചിട്ടുള്ളൊരു ആക്രമണം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക പോലും അറ്റാക്ക് നടത്തിയാൽ ഒരു പ്രശ്നമാണ്. അല്ല, അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പോൾ അവരുടെ മിസൈൽ കേന്ദ്രങ്ങൾ ഒക്കെ ആക്രമിച്ച് കഴിഞ്ഞല്ലോ. അവർക്ക് ഉള്ള മിസൈലുകളൊക്കെ ഉള്ളൂ. പുതിയ നിർമ്മാണം ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല. പ്രൊഡക്ഷൻ സെൻറ്റേഴ്സൊക്കെ ആക്രമിച്ച് നശിപ്പിച്ച് കഴിഞ്ഞു ഇസ്രായേൽ. നശിപ്പിക്കാതിരുന്നത് ഇനി അമേരിക്ക ആക്രമിക്കുമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂഗർഭത്തിൽ മല തുരന്നിട്ട് ഒക്കെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. അത് ആക്രമിക്കും അമേരിക്ക എന്നാണ് പറയുന്നത്. അത് അമേരിക്കയ്ക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് നശിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ആലോചനകൾ നടക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അവിടെ വന്നൊരു പരിശോധനയൊക്കെ നടത്തിയപ്പോൾ പക്ഷേ അത്ര ആണവ കേന്ദ്രങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്നത് 60% സമ്പുഷ്ടീകരിച്ച ആണവ യുറേനിയം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രംപ് വരുന്നതിന് മുമ്പ് ഒരൊറ്റ കൈക്ക് അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് ഇവർ കടക്കുമോ എന്നുള്ളൊരു സംശയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ടെഹ്റാൻ ഞങ്ങൾ മാറ്റുകയാണെന്നൊക്കെ പറയുകയും ഇവരൊരു അന്തിമ ആക്രമണം നടത്തിയിട്ട് മതഭരണകൂടം അങ്ങ് പോകാനുള്ള ആ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് പറയുന്നല്ലിത്. ഈ ആലോചന മുമ്പ് ഉണ്ടെന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞല്ലോ. മുമ്പ് റൂഹാനി ഉണ്ടായിരുന്നപ്പോഴും അഹമ്മദി നജാദ് ഉണ്ടായിരുന്നപ്പോഴും ഒക്കെ ഈ ആലോചനകളുണ്ട്, ഈ മാറ്റുക എന്നുള്ളത്. മാറ്റണം എന്ന് ഈ ആണവ കേന്ദ്രങ്ങൾ അതുകൊണ്ട് ആക്രമിക്കാതിരിക്കാൻ ഒരു സാധ്യതയില്ല. ഇവര് തലസ്ഥാനം മാറ്റാനായിട്ടൊക്കെ എന്തായാലും ഒരു 10-20 കൊല്ലമൊക്കെ എടുക്കില്ലേ? പിന്നെ ഇത് ഒരു തലസ്ഥാനം പണിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ, ഷെഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രസിഡന്റിന് മാറ്റാനൊന്നും പറ്റില്ല. ഒരു താൽക്കാലിക ഷെഡ് കെട്ടിട്ട് രാഷ്ട്രമാണ്. അപ്പോൾ ആദ്യം അവർ ആലോചിക്കുന്ന ഒരു മോസ്കിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഒരു ഗംഭീരമായ ഒരു മോസ്ക് അവിടെ ആദ്യം പണിയേണ്ടി വരും. കാരണം ഈ ഖമനൈക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളും കൂടി, സുരക്ഷാ സൗകര്യങ്ങളാണ് കൂടുതൽ ഇതിൻ്റെ അകത്ത് നോക്കുന്നത്. അതായത് ജീവനിൽ പേടിയുണ്ട്, അതാണ്. അധികാരമുള്ള ആൾക്ക് ജീവനിൽ പേടി വന്നു കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് ആശയങ്ങൾ, പണ്ട് തുഗ്ലക്കിൻ്റെ ആശയമാണെന്ന് പറയുമായിരുന്നു ഇല്ലേ, ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം മാറ്റുന്നത്. ഇത് പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും സാമ്പത്തിക സ്ഥിതി പരിങ്ങില്ലാണ്. ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഇറാന് നേരെ ഈ ആണവ ആയുധം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഉപരോധം ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇനിയും ട്രംപ് വന്നാൽ ഈ ഉപരോധത്തിൻ്റെ കടുപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ബൈഡനെക്കാട്ടിയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടല്ലേ. അപ്പോൾ ഇന്ത്യയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സ്വാധീനം ചെലുത്തി ഈ ഉപരോധമൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടി ഓയിൽ കച്ചവടമൊക്കെ ആയിട്ട് നടന്ന് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുക, അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഇറാൻ വെക്കുന്നുണ്ട്. അതിനകത്ത് സാധ്യതയുണ്ടോ? അത്തരം കാര്യങ്ങളിൽ ഈ ഇടനിലക്കാർക്കൊക്കെ ഇടപെടാനായിട്ട് പ്രയാസമുണ്ട്. ഇപ്പം നമ്മൾ വെറുതെ ഒരു നിമിഷപ്രിയയുടെ ഒരു കാര്യത്തിൽ തന്നെ ഇറാൻ ഇടപെടുന്ന കാര്യം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ഇറാൻ പറഞ്ഞു,
ശരിയാണ്, ഞങ്ങൾക്ക് ഹൂത്തികളുമായിട്ട് ബന്ധമുണ്ട്, അടുപ്പമൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ നയം അവരാണ് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചില ഉപാധികൾ ഉണ്ട് എന്നുള്ളതാണല്ലോ. ഞങ്ങളൊന്ന് പറഞ്ഞൊക്കെ നോക്കാം. അവർ മറ്റേ തീരുമാനിക്കുന്നതൊക്കെ അവർ തന്നെയാണ്. അന്തിമ തീരുമാനം അവരുടെയാണ് എന്നാണല്ലോ ഇറാൻ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നടന്നില്ല എന്നും വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സംഭവം നടന്നത് ഹൂത്തി പ്രദേശത്തല്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവർ ജയിലിലിരിക്കുന്നതും ഹൂത്തികളുടെ കയ്യിലാണ്. സന ജയിലിലൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കാമെന്നാണ്. ഇറാനെ അത് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യക്ക് അമേരിക്കയോടോ അല്ലെങ്കിൽ ബൈഡനോട് നിങ്ങൾ അവിടുത്തെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. ചെറിയ കച്ചവട കാര്യങ്ങളൊക്കെ പറയാമെന്നല്ലാതെ ഉപരോധം നിങ്ങൾ പിൻവലിക്കണമെന്നൊന്നും ഇന്ത്യക്ക് കയറി അത്രയും മണ്ടത്തരവും ഒന്നും നമ്മുടെ കയ്യിലില്ല. അതൊന്നും പറയാൻ സാധ്യതയില്ല. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ഇസ്രയേലിന് വേണ്ടതൊക്കെ അമേരിക്ക ചെയ്യാൻ സാധ്യതയുള്ളൂ. എന്തായാലും ടെഹ്റാനിൽ നിന്ന് തലസ്ഥാനം മാറ്റാനുള്ള നീക്കം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മാത്രമല്ല, ഈ തലസ്ഥാനം ചാബഹാറിലേക്ക് മാറ്റുന്നതേ ഇന്ത്യയെ സംബന്ധിച്ച് നല്ലതല്ലേ? ചാബഹാർ തുറമുഖം നമ്മുടെ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ ഈ താലിബാനുമായിട്ട് നമ്മൾ ഒരുപാട് സഹകരിച്ചു പോകുന്നത്, ചർച്ച നടക്കുന്നതൊക്കെ കണ്ടില്ലേ? അപ്പോൾ സത്യത്തിൽ അഫ്ഗാനിസ്ഥാനെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ ചാബഹാർ തുറമുഖം നമ്മൾ എടുത്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിന് ചുറ്റും ഈ എന്താ പറയുക, ജലപാതകളൊന്നുമില്ല. ചാബഹാർ വഴി വേണം അവർക്ക് എത്തിക്കാനായിട്ട്. പാകിസ്ഥാൻ വഴി അല്ലാതെ, പാകിസ്ഥാനുമായിട്ട് തർക്കമാണല്ലോ, ഇപ്പോൾ സംഘർഷത്തിലാണ്. പാകിസ്ഥാൻ വഴി അല്ലാതെ ചരക്കുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഈ ചാബഹാറിലെ നമ്മുടെ തുറമുഖം. അപ്പം നമ്മളുമായിട്ട് ഈ ചാബഹാർ കിടക്കുന്നതുകൊണ്ട് ഈ താലിബാനും അത്യാവശ്യം നമ്മുടെ വാലിൽ തൂങ്ങി നടന്നോളും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.